ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സെപ്റ്റംബർ 8 ഞായറാഴ്ച ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡാൻസിൽ വെച്ച് വൻ വരവേൽപ്പൊരുക്കുകയാണ്. വൻ സ്വീകരണമാണ് രാഹുൽ ഗാന്ധിക്ക് നൽകുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ആദ്യ US സന്ദർശനമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഡാൻസിൽ ഇൻവിർ ടൊയോട്ട മ്യൂസിക് ഫാക്ടറി പവലിയൻ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4-ന് ഇന്ത്യക്കാരും അമേരിക്കൻ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രവർത്തകരും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി പ്രസംഗിക്കും. ആദ്യമായി ഡാൻസിൽ എത്തുന്ന രാഹുൽ ഗാന്ധിയെ ഒരു നോക്ക് നേരിൽ കാണുവാൻ വളരെ ആകാംക്ഷയോടെയാണ് ഡാൻസിലെ മലയാളി സമൂഹം കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയഭേദം മറന്നാണ് ഇവർ രാഹുൽ ഗാന്ധിയെ കാണാനായി കാത്തിരിക്കുന്നത്. മനുഷ്യ അവകാശങ്ങളും ഭരണഘടനയും മതേതരത്വവും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യ മുന്നണിയുടെ അമരക്കാരനായ രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം വളരെയധികം പ്രതീക്ഷകൾക്ക് വക നൽകുന്നതാണെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഡാൻസിലെ പൊതുയോഗത്തിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ കേരള, തമിഴ്നാട്, ഹരിയാന, കർണാടക, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, തെലങ്കാന, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് തുടങ്ങി വിവിധ സ്റ്റേറ്റ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഘടകങ്ങൾ ഒന്നിച്ചാണ് നേതൃത്വം നൽകുക. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് USA വൈസ് ചെയർമാൻ ജോർജ് എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ രാഹുൽ ഗാന്ധിയുടെ സ്വീകരണ അവലോകന സമ്മേളനം നടക്കുകയുണ്ടായി. ഈ സമ്മേളനത്തിൽ IOC USA കേരള ഘടകം സൗത്ത് സോണൽ ചെയർമാൻ സാക് തോമസ്, സോണൽ ഭാരവാഹികളായ സന്തോഷ് കാപ്പിൽ, മാത്യു നൈനാൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റിയാണ് പ്രവർത്തിച്ചു വരുന്നത്. സെപ്റ്റംബർ 8 മുതൽ 10 വരെ 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പോകുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 99 സീറ്റുകൾ നേടിയ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനമെന്ന പ്രത്യേകതയും ഈ സന്ദർശനത്തിനുണ്ട്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മേധാവി സാം പിത്രോദ പറയുന്നത് രാഹുൽ ഗാന്ധി അമേരിക്കയിലുള്ള സമയത്തും ഡളാസും വാഷിംഗ്ടൺ DC സന്ദർശിക്കുമെന്നാണ്. UN ജനറൽ അസംബ്ലിക്കായി സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്ക് സന്ദർശിക്കാനിരിക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം. 2023 മെയ് മാസത്തിൽ രാഹുൽ ഗാന്ധി നേരത്തെ അമേരിക്ക സന്ദർശിച്ചിരുന്നു. BJP ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും സർക്കാർ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയുമാണ്. കാലിഫോർണിയയിലെ ഇന്ത്യൻ പ്രവാസികൾക്കൊപ്പമുള്ള ഒരു പരിപാടിയിൽ രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു. രാഹുൽ ഗാന്ധി സിലിക്കൺ വാലി സന്ദർശിച്ച് സാങ്കേതിക സംരംഭകരുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. 6 ദിവസത്തെ സന്ദർശനത്തിനിടെ രാഹുൽ ഗാന്ധി 3 നഗരങ്ങൾ സന്ദർശിച്ചിരുന്നു. കോൺഗ്രസ് നേതാവിന്റെ വരാനിരിക്കുന്ന അമേരിക്കൻ സന്ദർശനം പല കാരണങ്ങളാൽ വളരെയധികം നിർണായകമാണ്. ഒന്നാമതായി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനോടുള്ള ആഗോള താൽപര്യത്തിലും ഇടപെടലിലും ശ്രദ്ധേയമായ ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോട്ടെ ഷെറിങ്ങും കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ രാഹുൽ ഗാന്ധി കണ്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ധാരാളം സീറ്റുകൾ ലഭിച്ചതിന് പിന്നാലെ ലോകമെമ്പാടുമുള്ള ഇന്ത്യയുടെ നയതന്ത്ര പങ്കാളികൾ കോൺഗ്രസുമായുള്ള ബന്ധം ശക്തമാക്കിയിരിക്കുകയാണിപ്പോൾ. രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം രാജ്യത്തെ ഉന്നത നേതൃത്വമായുള്ള കൂടിക്കാഴ്ചയിൽ ഉൾപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ-US ബന്ധത്തിന്റെ പാതയിൽ പ്രതിപക്ഷം പിന്തുണ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വാഷിംഗ്ടണിലും ശ്രദ്ധ കൊടുക്കും. രണ്ടാമതായുള്ള കാരണം ശക്തരായ ഇന്ത്യൻ അമേരിക്കൻ പ്രവാസികളിൽ കൂടുതൽ പിന്തുണ നേടുന്നതിനായി അവരുടെ തിരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ നിന്ന് ആക്കം കൂട്ടാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നിസ്സംശയം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും അമേരിക്കയിലെ പ്രവാസികളെ ശ്രദ്ധാപൂർവം വളർത്തിയെടുത്തിരുന്നു. ഇന്ത്യൻ അമേരിക്കൻ വംശജരാണ് മോദിയുടെ രാഷ്ട്രീയ ധനസഹായത്തിന്റെ പ്രധാനമായ സ്രോതസ്. US തന്നെ നയതന്ത്ര ഇടപെടലുകളിൽ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റിയിരുന്നു. മഡിസൺ സ്ക്വയർ ഗാർഡനിൽ 2014 മോദി നടത്തിയ മെഗാ ഷോയും 2019 ഹൗഡി മോദി റാലിയും 10,000കണക്കിന് ഇന്ത്യൻ അമേരിക്കക്കാരെ ആകർഷിക്കുകയുണ്ടായി. ഇത് മോദിയുടെ താരശക്തിയും രാഷ്ട്രീയ പ്രതിച്ഛായയും ഉയർത്തിയതായി വിദഗ്ധർ വിശ്വസിക്കുന്നു. അവസാനമായി രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനങ്ങൾ മുൻകാലങ്ങളിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ഇംഗ്ലണ്ട്, ജർമ്മനി, അമേരിക്ക എന്നിവിടങ്ങളിൽ അദ്ദേഹത്തിന്റെ മുൻകാല പ്രസംഗങ്ങൾ എതിരാളികൾ ശക്തമായി വിമർശിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഇപ്പോൾ വളരുകയാണ്. മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും അടുത്ത പ്രധാനമന്ത്രി ആകാനും രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം.